വീണ്ടും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വചനവുമായിട്ട് കടന്നു വരാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവിനെ അനുഗമിക്കുമ്പോൾ അത്, അല്ലെങ്കിൽ കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ആയിരിക്കണം. അതാണ് ഏറ്റവും വലിയ കൽപ്പന. അതിൻ്റെ അർത്ഥം വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടെന്നല്ല. ഇങ്ങനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ കർത്താവിനെ സ്നേഹിക്കുമ്പോൾ ബാക്കി എല്ലാ കൽപ്പനകളും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തിരിക്കും. അതിനുള്ള അല്ലെങ്കിൽ അതിനുള്ള നമ്മളുടെ അതിൻ്റെ ശക്തി, അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ പൂർണ്ണ ഹൃദയത്തോടുള്ള സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് റിലേഷനാണ്. റിലേഷൻ ഉണ്ടെങ്കിൽ സ്നേഹം ഉണ്ടാകും, സ്നേഹം ഉണ്ടെങ്കിൽ അനുസരണം ഉണ്ടാകും. അപ്പോൾ ഇവിടെ ആ അനുസരണം പൂർണ്ണമാകണമെങ്കിൽ ഇപ്പോൾ ഹൃദയത്തിലുള്ളതിനെല്ലാം കളഞ്ഞിട്ട് ഈ ദൈവസ്നേഹം നമ്മൾ ഫില്ല് ചെയ്തേ പറ്റുള്ളൂ. ഉണർവുണ്ടാകണമെങ്കിൽ കുറേയേറെ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. ശുദ്ധീകരണം കൂടാതെ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് വില കുറയ്ക്കാൻ പറ്റില്ല. പ്രാർത്ഥന അനിവാര്യമാണ്. പക്ഷേ പ്രാർത്ഥിക്കാൻ കൂടുമ്പോൾ ആദ്യം വചനം വായിക്കണം, വചനം മനസ്സിലാക്കണം, വചനം എന്ത് പഠിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ ശുദ്ധീകരണത്തിന് തയ്യാറാകണം. യോശിയാവിൻ്റെ സംഭവമാണ് നമ്മൾ കഴിഞ്ഞ സമയത്ത് നമ്മൾ കേട്ടത്. അതായത് യോശിയാവ് ദൈവത്തിൻ്റെ വചനം കേട്ടു. അവൻ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് അവൻ പ്രാർത്ഥിക്കാനെല്ലാം തുടങ്ങി. പക്ഷേ ആദ്യം എന്ത് ചെയ്തു? അവൻ ദൈവത്തിൻ്റെ വചനം കൊണ്ടുവന്നിട്ട് എല്ലാവരെയും വായിച്ചു കേൾപ്പിച്ചപ്പോൾ ഇവൻ തന്നെ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഈ വചനങ്ങൾ അനുസരിച്ച് ഞാൻ കർത്താവിനെ സേവിച്ചു കൊള്ളാമെന്ന്, അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിച്ചു കൊള്ളാമെന്ന് ഞാൻ കർത്താവുമായിട്ട് ഒരു നിയമം ചെയ്യുന്നു, ഉടമ്പടി ചെയ്യുന്നു. ജനമെല്ലാം ഉടമ്പടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ അടുത്ത് നടക്കുന്നത് ഭയങ്കര ശുദ്ധീകരണമാണ്. എന്താണ് കാര്യം? പൂർണ്ണ ഹൃദയത്തോടെ വേണമെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്നതെല്ലാം മാറ്റിക്കളയണം. നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കണമെങ്കിൽ ലോകത്തിൻ്റെ, നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കേട്ടതായ ഒരു കാര്യമുണ്ട്. ഹൃദയത്തിൻ്റെ ഒരു വലിയ പരിച്ഛേദന ആവശ്യമുണ്ട്. എന്താണ് പരിച്ഛേദന? ലോകവുമായിട്ടുള്ള നമ്മളെ ആ മോഹങ്ങളെ എല്ലാം അരിഞ്ഞു കളയുക. ശരീരത്തിൻ്റെ പരിച്ഛേദനയായിരുന്നു ഇസ്രായേൽ എംഫസൈസ് ചെയ്തതെങ്കിൽ വേദപുസ്തകത്തിൻ്റെ എംഫസിസ് എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ പരിച്ഛേദനയാണ്. അത് പഴയ നിയമത്തിലും അത് തന്നെയാണ്. പരിച്ഛേദന എന്ന് പറയുന്നത് ഒരു സിമ്പൽ മാത്രമാണ്. അല്ലാതെ ആരെങ്കിലും 8-ാം നാളില് ഒരു ശരീരത്തിൻ്റെ ഒരു തുണ്ട് മുറിച്ചു കളഞ്ഞതുകൊണ്ടെങ്കിൽ സ്വർഗ്ഗത്തിൽ പോകത്തൊന്നുമില്ല. അതൊരു സിമ്പലാണ്. അവൻ സെപ്പറേറ്റഡ് ആണ്, അവന് ലോകവുമായിട്ട് ബന്ധമില്ല, അവൻ ലോകത്തിൻ്റെ ആളല്ല എന്ന് പറയുന്ന ഒരു സിമ്പലാണ്. ആ സൈൻ കർത്താവ് തന്നെ പറയാണ്, ഞാൻ അവർക്ക് ഹൃദയത്തിന് പരിച്ഛേദന നൽകും. പരിച്ഛേദനയുള്ള ഒരു ഹൃദയം നമുക്ക് ആവശ്യമുള്ളത് ആ പരിച്ഛേദനയുള്ള ഹൃദയമാണ്. അതുകൊണ്ട് സകല മ്ലേച്ഛതകളെയും, അത് ഇവിടെ കയറിയിരിക്കുകയാണ്, ദേവാലയത്തിൽ കയറിയിരുന്ന സകല മ്ലേച്ഛതകളെയും ഈ യോശിയ രാജാവ് എടുത്ത് പുറത്ത് കളഞ്ഞു, കിദ്രോൻ തോട്ടിൽ എറിഞ്ഞു കളഞ്ഞു. ഒടുവിൽ അതിനെ ചുട്ടിട്ട് അത് ചാരമെടുത്ത് ശവക്കുഴിക്കകത്ത് ഇട്ടു. എന്നിട്ട് ഇതനുസരിക്കാതെ ജീവിച്ച ആളുകളുടെ വീടുകളെയൊക്കെ ഇടിച്ചു കളഞ്ഞു, തകർത്ത് കളഞ്ഞു. ഒരു ഭയങ്കര ശുദ്ധീകരണമാണ്. ആ ശുദ്ധീകരണത്തിന് ശേഷമാണ് പെസഹ. ശുദ്ധീകരണം നടന്നിട്ട് വേണം ആരാധന ചെയ്യാൻ. അല്ലാതെ ആരാധനയല്ല വിഷയം. അതിന് മുമ്പ് ആവശ്യമുള്ളത് എന്താണ്? ശുദ്ധീകരണമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത് പഠിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, വിത്ത് ഓൾ യുവർ ഹാർട്ട്, വിത്ത് ഓൾ യുവർ സോൾ, വിത്ത് ഓൾ യുവർ സ്ട്രെങ്ത് ആൻഡ് വിത്ത് ഓൾ യുവർ മൈൻഡ്, എല്ലാ രീതിയിലും പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ എന്ന് പറയുമ്പോൾ, ഞാൻ ആദ്യത്തെ നമ്മുടെ സെഷനിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഹൃദയം എന്ന് പറയുന്നത് ഇമോഷൻസിന്റെ ഇരിപ്പിടമാണെങ്കിൽ മനസ്സെന്ന് പറയുന്നത് ഇന്റലിജൻസിന്റെ ഇരിപ്പിടമാണ്. മനസ്സ് ചിന്തകളുടെ ഉറവിടമാണ്. ഇന്റലിജൻസ്, മനസ്സെന്ന് പറയുമ്പോഴത്തേക്ക് സോൾ എന്നുള്ള, അല്ലെങ്കിൽ മൈൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് വെറുതെ നമ്മുടെ ഇന്റലിജൻസുള്ള ബുദ്ധിയുടെ കാര്യം മാത്രമല്ല, നമ്മുടെ സോളിഷ് ആയിട്ടുള്ള, അതായത് സ്പിരിറ്റിന് താഴെയുള്ള, ശരീരത്തിന് മുകളിലുള്ള ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ സോൾ എന്ന് പറയുന്നത്. അതിനകത്താണ് ബുദ്ധിയും കൂടി ഉൾപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഈ മനസ്സെന്ന് പറയുമ്പോഴത്തേക്ക്, ഈ മനസ്സ്, ഹൃദയം
സ്നേഹത്തിൻ്റെ ഉറവിടമാണെങ്കിൽ, അല്ലെങ്കിൽ ഇമോഷൻസിൻ്റെ ഉറവിടമാണെങ്കിൽ, ഈ മനസ്സെന്ന് പറയുന്നത് ബാക്കിയുള്ള ഒത്തിരി കാര്യങ്ങളുടെ ഉറവിടമാണ്, അല്ലെങ്കിൽ ഇരിപ്പിടമാണ്. ഉറവിടം എന്നുള്ള വാക്കല്ല കറക്റ്റ്, ഇരിപ്പിടമാണ്. അവിടെയാണ് ചിന്തകളുടെ ഇരിപ്പിടമാണ് മനസ്സ്. അപ്പോൾ നമ്മുടെ ചിന്തകളിൽ അത് പൂർണ്ണ മനസ്സോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചിന്തകളിൽ തന്നെ എന്ത് ചെയ്യുന്നില്ല, ഇപ്പോൾ യേശു അല്ലാതെ വേറെ ഒന്നും ഉണ്ടാകുന്നില്ല. ഹൃദയത്തിലെ സ്നേഹം ഒരു കാര്യം, പക്ഷെ ചിന്തകളിൽ പോലും വേറെ ഒന്നിനെക്കുറിച്ചും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല. ലോകത്തിൻ്റെ ഒരു ചിന്തകളും എന്നിലേക്ക് കയറുന്നില്ല. കാര്യം ലോകത്തിൻ്റെ ചിന്തകൾ എന്നിൽ കയറിയാൽ ഞാൻ ലോകത്തെ അനുസരിക്കാൻ തുടങ്ങും. അപ്പോൾ പൂർണ്ണ മനസ്സോടെ എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയാത്ത ഒരു സ്റ്റേജ് വരും. പക്ഷെ എനിക്ക് പൂർണ്ണ മനസ്സോടെ എന്ന് പറയണമെങ്കിൽ ചിന്തകൾ പൂർണ്ണമായും യേശു ക്രിസ്തുവിൽ നിന്ന് മാത്രമുള്ളതായിരിക്കണം. നമ്മൾ 2 കൊരിന്ത്യർ 10-ാം അധ്യായം വായിക്കുമ്പോൾ, ഞാനതിന് ഉദാഹരണമായിട്ട് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ 3-ാമത്തെ വാക്യം മുതൽ പോൾ പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണത്തിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ഏത് വിചാരത്തെയും. അപ്പൊ വിചാരം എവിടുന്നാണ് വരുന്നത്? മനസ്സിൽ നിന്നാണ് വരുന്നത്. വികാരമല്ല ഇത്, വിചാരം. അതായത് ചിന്തകൾ. എപ്പോഴും ചിന്തകളുടെ ലോകത്തിൽ നമുക്കൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അത് ചെയ്യണോ ചെയ്യണ്ടായോ, അവിടെ പോകണോ പോകണ്ടായോ, എപ്പോഴും കോൺഫ്ലിക്റ്റ് ഉണ്ട്. എന്ത് കാര്യം വരുമ്പോഴും നമ്മുടെ മനസ്സിൽ 2 കാര്യം വരും: പോകണോ പോകണ്ടായോ, ചെയ്യണോ ചെയ്യണ്ടായോ. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ നമ്മളെ കുറിച്ച് അപവാദമായി ഒരു കാര്യം പറഞ്ഞു. ഉടനെ തന്നെ നമുക്ക് അവളെ അങ്ങനെ പറഞ്ഞു വിട്ടു, അങ്ങനെ വിട്ടാൻ പറ്റത്തില്ല, അവള് പിന്നെയും തലേ കയറും, എന്നാൽ പിന്നെ 2 വർത്തമാനം പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ ഒരു വിചാരം. അതേസമയം അവൾ വരില്ല അങ്ങനെ പറഞ്ഞല്ലേ, ഓട്ടെ, നമ്മൾ ദൈവമക്കളല്ലേ, അടുത്തൊരു വിചാരം. ഈ വിചാരം തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. ശരിയല്ല ഞാൻ പറഞ്ഞത്? എപ്പോഴും ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഏത് വിചാരം മുകളിൽ കയറുന്നോ അതനുസരിച്ചാണ് നമ്മളുടെ ക്യാരക്ടർ രൂപപ്പെടുന്നത്. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, അവളെ അങ്ങനെ അങ്ങ് വിട്ടു കഴിഞ്ഞാൽ അവള് തലേ കയറും എന്നുള്ളത് ലോകത്തിന്റെ ചിന്തയാണ്. കാരണം ലോകത്തിൽ അങ്ങനെയാണ്. ലോകത്തില് നമ്മളെ പൊട്ടം കളിച്ച് നമ്മളല്ലോ, അങ്ങനെ പൊട്ടം കളിക്കാനൊന്നും എന്നെ കിട്ടത്തില്ലെന്ന് ഇല്ലേ? കാരണം പൊട്ടം കളിച്ചാൽ തലേ കയറുന്ന ഒരു ലോകമാണിത്. ഓക്കെ, അപ്പൊ ലോകം പറയുന്നു നീ പൊട്ടം കളിക്കരുത്. അപ്പൊ ലോകത്തിന്റെ ഒരു ഇൻപുട്ട് ഉണ്ടാകും. അതേസമയം ദൈവത്തിന്റെ പരിജ്ഞാനം നമ്മളോട് പറയുന്നു, നീ ഈ ലോകത്തിലെ തന്നെ ആളല്ല, പിന്നെ നീ എന്തിനാ ഈ ഒരാൾ പറയുന്ന കാര്യത്തെക്കുറിച്ച് കാര്യങ്ങൾ. ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് മീ. അതാണ്. ഒരാൾ അപവാദം പറഞ്ഞോട്ടെ, അത് നിന്റെ കാര്യമല്ല. കാരണം നീ സ്വർഗത്തിനനുസരിച്ച് ജീവിക്കുന്ന ആളാണ്. നിന്റെ സ്റ്റാൻഡേർഡ് നീ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്വർഗത്തിലാണ്. അപ്പോൾ അതാണ് ദൈവത്തിന്റെ പരിജ്ഞാനം. പക്ഷെ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന ഉയർച്ചകളുണ്ട്. അത് നമ്മളെ ഉയർച്ച എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്കപ്പോഴും ഈ ലോകം സ്പർശിക്കുന്നത് നമ്മളുടെ ഈഗോയാണ്. ഉയർച്ച, ഞാൻ അത്രയ്ക്ക് തന്നെ പൊട്ടിയാണോ അല്ലെങ്കിൽ പൊട്ടനാണോ, അപ്പൊ എൻ്റെ ഈഗോ. അപ്പോൾ അത് ഒരു ഉയർച്ചയാണ്. പക്ഷെ ഈ ഉയർച്ച പലപ്പോഴും ലോകത്തിന്റെ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന ഒരു ഉയർച്ചയാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈൽഡ് ചെയ്യുന്നത് എന്തിനോടായിരിക്കും, അതനുസരിച്ചാണ് നമ്മുടെ ക്യാരക്ടർ രൂപപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടെ പോൾ പറയുന്നത്, ഞങ്ങൾ സങ്കല്പങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ് ആൻഡ് എവറി ഹൈ തിങ് ദാറ്റ് എക്സലത്ത് ഇറ്റ്സെൽഫ് അഗൈൻസ്റ്റ് ദ നോളജ് ഓഫ് ഗോഡ്. ഇമാജിനേഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് സങ്കല്പം എന്നുള്ള വാക്കായിട്ട് ട്രാൻസ്ലേറ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഞാൻ ലോകം എന്നിൽ പറഞ്ഞു തന്നിട്ടുള്ള ലോകത്തിൻ്റെ പരിജ്ഞാനം, ലോകം നമ്മളോട് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള കാര്യം, ലോകം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ. അപ്പം അത് തെറ്റാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷെ തെറ്റായിരിക്കത്തില്ല. തെറ്റെന്ന് പറഞ്ഞാൽ ലോകപ്രകാരം നോക്കിയാൽ അത് വലിയൊരു തെറ്റായിരിക്കത്തില്ല. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് ദൈവത്തിൻ്റെ പരിജ്ഞാനമാണ്. അപ്പോൾ ശരിക്കും ഫൈറ്റ് ഉണ്ടാകുന്നത് ലോകത്തിൻ്റെ പരിജ്ഞാനവും ദൈവത്തിൻ്റെ പരിജ്ഞാനവും തമ്മിലാണ്. അപ്പൊ ലോകത്തിന്റെ പരിജ്ഞാനം നമ്മളെ ഈഗോയെ ഉയർത്തിക്കൊണ്ടുവരും, ഉയർച്ചകൾ. ദൈവത്തിന്റെ പരിജ്ഞാനം നമ്മളെ സെർവന്റ് ആക്കും, താഴ്ത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് തമ്മിൽ ക്ലാഷ് ഉണ്ടാകുമ്പോഴത്തേക്ക് മൈൻഡ് തലത്തില് ആരാണ് വിജയിക്കുന്നത്? അപ്പൊ പോൾ പറയാണ്, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജലികങ്ങളല്ല. ഇതിനു വേണ്ടി ഡിസിപ്ലിൻ എടുത്ത് അടി കൊടുക്കാനോ പട്ടിണി എടുക്കാനോ ഒന്നുമല്ല ഞങ്ങൾ പറയുന്നത്, മറ്റൊന്നുമല്ല. എന്താണ് ഇതിന്? ആത്മീകമായ ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജലികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ഈ കോട്ടകൾ എന്ന് പറയുന്നത് സ്ട്രോങ് ഹോൾസ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് ഈ സ്ട്രോങ് ഹോൾ? ഈ സ്ട്രോങ് ഹോൾ എന്ന് പറയുന്നത് ശത്രു ഒളിച്ചിരിക്കുന്ന സ്ഥലത്തിനാണ് സ്ട്രോങ് ഹോൾ എന്ന് പറയുന്നത്. ശത്രു പോയി ഒളിച്ചിരിക്കുന്നത്. ഇപ്പം പണ്ട് കാർഗിൽ യുദ്ധം നടന്ന സമയത്ത് പാകിസ്ഥാൻ കാർഗിലിൽ യുദ്ധം ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്ത്യൻ പട്ടാളം ഭയങ്കര കഴിവുള്ള പട്ടാളമൊക്കെയാണ്, കാര്യം ശരിയാണ്. പക്ഷെ കാർഗിലിൽ നമുക്കുണ്ടായ ഒരു പരാജയമുണ്ട്. എന്താണെന്നറിയാമോ? ഈ പാകിസ്ഥാനിലെ പട്ടാളക്കാര് മലയുടെ മുകളിലുള്ള കല്ലുകളിലൊക്കെ പുറകിൽ ഒളിച്ചിരുന്ന് അവിടെ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ ഇവിടുന്ന് കൂളായിട്ട് മുകളിലോട്ട് കയറി ചെല്ലുക. അപ്പൊ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഈ കോട്ടയുടെ പുറകിലിരുന്ന്, അതായത് അവർക്ക് നമ്മളെ കാണാം പക്ഷെ നമുക്ക് അവരെ കാണാൻ കഴിയത്തില്ല. അവൻ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പട്ടാളക്കാരൻ ചാകുന്നു. പക്ഷെ അവിടെ ഒരു കോട്ടയില്ലായിരുന്നു, ഒരു സ്ട്രോങ് ഹോൾ ഇല്ലായിരുന്നെങ്കിൽ അവന് നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ട് കഴിയുമായിരുന്നില്ല. ഇതുപോലെ സാത്താന് പലപ്പോഴും നമ്മളിൽ ചില സ്ട്രോങ് ഹോൾസ് ഉണ്ട്. അതായത് അവന് മറഞ്ഞിരുന്ന് വെടിവെക്കാൻ പറ്റുന്ന സ്ട്രോങ് ഹോൾസ്. അതിലൊന്നാണ് നമ്മളെ ഈഗോ. ചില ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്, ഞാൻ സമയക്കുറവുകളൊക്കെ പറഞ്ഞു പോയാണ്. ആ ഈഗോ ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ് ഈഗോ. ഞാനെന്നുള്ള ഭാവം, ഞാൻ എൻ്റേതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഭാവം എന്നുള്ള പറഞ്ഞാൽ ഒരു അഹങ്കാരം മാത്രമൊന്നുമല്ല, ചിലപ്പോൾ അത് ഉള്ളതുമായിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ അതിനുള്ള കഴിവ്, എൻ്റെ എഡ്യൂക്കേഷൻ, എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ സമ്പത്ത്, എന്തും ആയിക്കോട്ടെ, എന്നെ മറ്റുള്ളവർ ഞാൻ എന്തോ ആണെന്ന് ചിന്തിപ്പിക്കുന്നതായ എന്ത് കാര്യവുമായിക്കോട്ടെ. അപ്പോൾ പിശാച് എന്ത് ചെയ്യും? അവിടെ ഇരുന്നുകൊണ്ട് പറയും ഇത് സമ്മതിക്കരുത്. സമ്മതിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഈ സ്ട്രോങ് ഹോൾഡ് ഉള്ളത് കൊണ്ടാണ് പിശാചിന് അവിടെ ഇരുന്ന് നമ്മളോട് പറയാൻ പറ്റുന്നത്, അങ്ങനെ വിട്ടുകൊടുക്കരുത്, അങ്ങനെ വിട്ടുകൊടുക്കരുതെന്ന് പിശാച് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ സ്ട്രോങ് ഹോൾഡ് അവിടെ ഉള്ളത് കൊണ്ടാണ്. എന്നാൽ ആത്മീക ആയുധങ്ങൾ വെച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, അതാണ് അവിടെ പറയുന്നത് ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജലികങ്ങളല്ല എന്ന് പറയുന്നത്. എന്താണ് ആത്മീക ആയുധം? ഞാൻ മനസ്സിലാക്കുകയാണ്, നോ ലോങ്ങർ ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്, നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. കണ്ടോ? അത് ആത്മീക ആയുധമാണ്. ആത്മീക ആയുധം വരുമ്പോൾ ഐ ഇല്ലാതാകും. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു, ഇതുപോലെ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. ഈ പോളോട് പറയുന്ന ഇതിനകത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വൺ തിങ്. വെൻ ക്രൈസ്റ്റ് ബിക്കംസ് യുവർ ലോർഡ്, യേശു നിങ്ങളുടെ കർത്താവാകുമ്പോൾ യേശു സിംഹാസനത്തിലും നമ്മൾ ക്രോസിലുമാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. വെൻ ജീസസ് ബിക്കംസ് യുവർ ലോർഡ്, നമ്മൾ ഇറങ്ങി താഴെ ഇരിക്കുകയല്ല. നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? നമ്മളൊക്കെ സാധാരണ രീതിയിൽ മാക്സിമം ചെയ്യുന്നത് കസേരയുടെ താഴെയൊക്കെ ഇരുന്ന് കർത്താവിനെ സിംഹാസനത്തിൽ ഇരുന്ന്, പക്ഷെ നമ്മൾ താഴെ ഇരിക്കും. പക്ഷെ അങ്ങനല്ല പോൾ പറയുന്നത് അവിടെ നിന്ന് ഇറങ്ങി താഴെ ഇരിക്കരുത്, നേരെ എന്തോ ചെയ്യണം? ക്രൂശിലോട്ട് കയറിക്കണം. ആ ക്രൂശിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നീട് എന്നെ സ്വാധീനിക്കാൻ എൻ്റെ ചിന്തകൾക്ക് പോലും കഴിയില്ല. ലോകത്തിൻ്റെ ചിന്തകൾ കഴിയും.
അടിക്കലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കാൻ പറ്റുമോ? കൈ ക്രൂശിക്കപ്പെട്ട് കിടക്കല്ലേ. നടക്കണം അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് നടക്കാൻ പറ്റില്ല, കാര്യം കാല് ക്രൂശിക്കപ്പെട്ട് കിടക്കുക. അപ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം, യേശു എപ്പോഴും സിംഹാസനത്തിൽ ഇരിക്കണം, ഞാൻ എപ്പോഴും ക്രോസിൽ തന്നെ കിടക്കണം. അങ്ങനെയാണ് ഈ ക്രിസ്തീയ ജീവിതം പരമസുഖമാണ്. നമ്മുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ക്രൂശിനകത്തുനിന്ന് താഴെ പോകും, ഇടയ്ക്ക് ആണിയൊക്കെ പറിച്ച് കൈയൊക്കെ എടുത്ത് നമ്മൾ ഈ ക്രൂശിൽ നിന്ന് ഇറങ്ങാൻ നോക്കുന്നതാണ് സകല അപകടത്തിൻ്റെയും കാര്യം. അന്നേരം എന്ത് ചെയ്യും? ലോകത്തിൻ്റെ പരിജ്ഞാനം നമ്മളോട് പറയുന്നത് നമ്മൾ അനുസരിക്കാൻ തുടങ്ങും. കാര്യം അവനൊരു സ്ട്രോങ് ഹോൾഡുണ്ട്. ആ സ്ട്രോങ് ഹോൾഡ് തകർത്ത് കഴിഞ്ഞാൽ പിശാചിന് പിന്നെ ഇരിക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് വിചാരം വരുമ്പോൾ നേരത്തെ രണ്ട് വിചാരമാണ്, രണ്ട് തോട്ടാണ് വരുന്നത്. ഒന്ന് ദൈവത്തിൻ്റെ പരിജ്ഞാനം നമുക്ക് നൽകുന്ന തോട്ട്, രണ്ട് ലോകത്തിൻ്റെ പരിജ്ഞാനം ഇത്രയും നാളുകൊണ്ട് നമുക്ക് തന്നതായിട്ടുള്ള ഒരു വിചാരം. ഇത് തമ്മിലാണ് ഫൈറ്റ്. എന്നാൽ ഈ സ്ട്രോങ് ഹോൾഡ് തകർന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വിചാരത്തെ സ്വാധീനിക്കാൻ, എനിക്ക് എന്നോട് മർമ്മർ ചെയ്തുകൊണ്ടിരിക്കാൻ, എന്നോട് പിറുപിറുത്തോണ്ട് ചെയ്യടാ, നോക്കടാ, അടിക്കടാ, പിടിക്കടാ എന്നൊന്നും പറയാൻ പിശാചിന് ഇരിക്കാൻ എന്തില്ല? സ്ട്രോങ് ഹോൾഡ് ഇല്ല. അപ്പൊ പിന്നെ ആകെപ്പാടെ കേൾക്കുന്ന ശബ്ദം എന്താണ്? പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ സകല വിചാരങ്ങളും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തോടുള്ള അനുസരണവും ദൈവത്തോടുള്ള അനുസരണം, ചിലപ്പം ദൈവം പറയുന്നത് കേൾക്കും, ചിലപ്പം ലോകം പറയുന്നത് കേൾക്കും. ഇപ്പോഴത്തെ പ്രത്യേകത അങ്ങനെ ഒരു കാര്യം സ്ട്രോങ് ഹോൾഡ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് എന്തുണ്ടായി? എൻ്റെ വിചാരങ്ങൾ മുഴുവനും ഇപ്പോൾ ആരോടുള്ള അനുസരണത്തിന് വേണ്ടിയാണ്? ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ യുവർ ഒബീഡിയൻസ് വിൽ ബിക്കം പെർഫെക്റ്റ്. അവിടെയാണ് പൂർണ്ണ മനസ്സ് എന്ന് പറഞ്ഞ് നടക്കുന്നത്. അപ്പം പിന്നെ with all our heart, with all our mind, എൻ്റെ ഹൃദയത്തിൽ പോലും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന ഒരു ചിന്തയില്ല. അങ്ങനെ യേശുവിനെ സ്നേഹിക്കണം. യേശുവിനെ എൻ്റെ ഇമോഷൻസ് എല്ലാം കൊണ്ട് സ്നേഹിക്കണം. ഇമോഷൻസ് മാത്രമല്ല, എൻ്റെ വിചാരങ്ങളെല്ലാം കൊണ്ട്, അതായത് പൂർണ്ണമായ അനുസരണം, ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട്. അതുപോലെ എൻ്റെ വില്ല്, എൻ്റെ തീരുമാനമെടുക്കുന്ന അല്ലെങ്കിൽ ഇച്ഛാശക്തിയിൽ എനിക്ക് രണ്ട് തീരുമാനങ്ങൾ മാറി മാറി എടുക്കാൻ പറ്റും പലപ്പോഴും. പക്ഷേ ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞിട്ട് അതിനുവേണ്ടി മാത്രം തീരുമാനമെടുക്കുന്ന, ഇപ്പോൾ 51-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദാവീദ് പറയുന്നതായ ഒരു കാര്യമുണ്ട്, ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട് ഓ ഗോഡ് ആൻഡ് റിന്യൂ എ റൈറ്റ് സ്പിരിറ്റ് ഇൻ മീ. നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായുള്ള ഒരു ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കണമേ. സ്ഥിരമായുള്ള ഒരു ആത്മാവിനെ എന്ന് പറയുന്നത് എ വില്ലിംഗ് സ്പിരിറ്റ്, അതായത് അനുസരണമുള്ള ഒരു ആത്മാവിനെ എന്നുള്ള അർത്ഥത്തിൽ അവിടെ പറയുന്നത്. അതായത് എനിക്കൊരു ക്ലീൻ ഹാർട്ട് വേണം, എന്നാലേ എനിക്ക് 100% ദൈവത്തെ സ്നേഹിക്കാൻ പറ്റൂ. അത് മാത്രം പോരാ, എനിക്കൊരു വില്ലിംഗ് സ്പിരിറ്റ് വേണം. കാര്യം ഞാൻ സ്നേഹിച്ചാൽ മാത്രം പോരാ, ആ സ്നേഹിക്കുന്നതിനനുസരിച്ച് എൻ്റെ തീരുമാനത്തെ 100% ദൈവത്തിനുള്ള അനുസരണത്തിനായിട്ട് വില്ലിംഗ് സ്പിരിറ്റ്, എ ക്ലീൻ ഹാർട്ട് ആൻഡ് എ റൈറ്റ് സ്പിരിറ്റ് ഓർ എ വില്ലിംഗ് സ്പിരിറ്റ്. അത് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. ശരിക്കും അങ്ങനെയാണ് നമ്മൾ കർത്താവിനെ സ്നേഹിക്കേണ്ടത്. അതായത് എൻ്റെ തീരുമാനത്തെ, അതായത് എൻ്റെ സ്നേഹത്തിൻ്റെ കാര്യം ഒന്ന്, ഐ ലവ് ദ ലോർഡ്, ആൻഡ് ഓൾസോ എൻ്റെ വിചാരങ്ങളെ പോലും സ്വാധീനിച്ച് എൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ വേറെ ഒരു വിചാരവുമില്ല, എൻ്റെ സ്വാർത്ഥമായ ആഗ്രഹങ്ങളില്ല, താല്പര്യങ്ങളില്ല, ഇഷ്ടങ്ങളില്ല, എനിക്കൊന്നും സാധിക്കണ്ട, എനിക്ക് യേശുവിനെ മാത്രം പ്രസാദിപ്പിച്ചാൽ മതി. അവൻ എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന വില്ലിംഗ് സ്പിരിറ്റ്. കാര്യം സ്ട്രോങ് ഹോൾഡ് ഇല്ല. പിശാച്
ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി എന്നിലേക്ക് ഒരു വിചാരത്തെ പോലും കൊണ്ടുവരാൻ കഴിയാതെ അവൾ എഴുതിയിരിക്കുന്ന അനുസരിച്ച് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചിളക്കി. അങ്ങനെ നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ അവിടെ നിങ്ങളുടെ അനുസരണക്കേടിന് പ്രതികാരം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ തോന്നി പ്രതികാരം ചെയ്യാൻ, അനുസരണക്കേടിന് പ്രതികാരം ചെയ്യാൻ. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ, അങ്ങനെ നിങ്ങളുടെ എല്ലാ അനുസരണക്കേടിനെയും അനിഹിലേറ്റ് ചെയ്യാനെന്നുള്ള അർത്ഥത്തിലാണ്. എല്ലാ അനുസരണക്കേടിനെയും അനിഹിലേറ്റ് ചെയ്യുക, അതായത് അനുസരണക്കേടിൻ്റെ ഒരു ചെറിയ കാര്യം പോലുമില്ല. അപ്പോഴാണ് പൂർണ്ണ മനസ്സോടെ വരുന്നത്. നമ്മുടെ ആദ്യ കാലഘട്ടത്തിലൊക്കെ നമ്മൾക്ക് എങ്ങനെയാണ്, നമ്മൾ മിക്കവാറൊക്കെ അനുസരിക്കും, ചിലപ്പോൾ നമ്മൾ അനുസരണം ഒന്ന് തെറ്റിപ്പോകും. പക്ഷേ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും എന്ന് പറയുമ്പോൾ 100% അനുസരണം. ദൈവത്തിൻ്റെ ഹിതമൊഴിയെ വേറെ ഒന്നും വേണ്ടാന്ന് പറയുന്നതായ ഒരു കാര്യം, പൂർണ്ണമായും അവൻ്റെ ഇഷ്ടം മാത്രം. കർത്താവ് പറയുന്നല്ലോ, എങ്കിലും എൻ്റെ ഹിതം അല്ല നിന്റെ ഹിതം തന്നെ നിർവഹിക്കപ്പെടുമാറാകട്ടെ എന്ന് പറയുന്ന നിലയിലുള്ള ഒരു പൂർണ്ണമായ അനുസരണം, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അനുസരണം. അവിടെ എൻ്റെ വില്ല് പോലും, ഇപ്പം ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. For it is God which worketh in you both to will and to do of his good pleasure. To will. അപ്പോൾ എന്താണ്? ഒരു തീരുമാനമെടുക്കാനുള്ള കാര്യത്തെ പോലും അതുപോലും ദൈവം ചെയ്യുന്നത്. അതായത് ആദ്യ സമയങ്ങളിലൊക്കെ നമ്മളാണ് തീരുമാനമെടുക്കുന്നത്. നമ്മൾ സ്ട്രഗിൾ ചെയ്ത ഒരു തീരുമാനമെടുക്കുന്നത്. ഇപ്പം ഞാനൊരിക്കലുള്ളത് ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഇപ്പം ടി വി കാണുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക്, ടി വി കാണരുതെന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ ടി വി കാണുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് ടി വി നമ്മൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, അല്ലാത്ത കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഡിസേൺമെന്റ് ഉണ്ടായിരിക്കണം എന്നെല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ പറഞ്ഞു, റിമോട്ട് കൺട്രോൾ നമ്മളതിലല്ലേ, അപ്പം നമ്മൾ ഡിസൈഡ് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു അത് ഒരു അവസ്ഥയാണ്, പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് റിമോട്ട് കൺട്രോളുള്ള കർത്താവിൻ്റെ കയ്യിലാകുന്ന അവസ്ഥ വരും. ടി വി കാണുന്നത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഇച്ഛകളെ പോലും കർത്താവ് നിയന്ത്രിക്കുന്ന അവസ്ഥ. ദൈവമല്ലോ ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. For it is God which worketh in you both to will and to do of his good pleasure. അതൊരു ഭയങ്കര എന്തൊരു നല്ലതാണ്. അതായത് അപ്പൊ നമ്മൾ ഫ്രീ ആണ്, നമ്മളങ്ങ് ഫ്രീയാ. പിന്നെ നമ്മൾ തീരുമാനമെടുക്കാൻ പോലും നമ്മൾ പോകുന്നില്ല. ആദ്യമൊക്കെ നമ്മൾ സ്ട്രഗിൾ ചെയ്ത് തീരുമാനമെടുക്കും. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ദൈവത്തിൻ്റെ പരിജ്ഞാനവും ലോകത്തിൻ്റെ പരിജ്ഞാനവും കൂടെ നമ്മൾ പല വിചാരങ്ങളുണ്ടായിട്ട് ഈ വിചാരങ്ങളിൽ നമ്മൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന് വേണ്ടി പിടിച്ചടക്കി ഒടുവിൽ പിന്നെ സ്ട്രോങ് ഹോൾഡെല്ലാം തകർന്നു കഴിയുമ്പോൾ മോളിൽ നിന്ന് പിശാചിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ പരിജ്ഞാനം ഒഴുകുന്നേ ഇല്ല. പിന്നെ ആകെ എന്തേ ഒഴുകുന്നുള്ളൂ? ദൈവത്തിൻ്റെ പരിജ്ഞാനം. നേരത്തെ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന ഉയർച്ച ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ സ്ട്രോങ് ഹോൾഡിലൊക്കെ തകർത്ത് കളയുക. ഇത് തിയറി മാത്രം പഠിച്ചാൽ പോരാ, തിയറിയൊക്കെ ഈസിയാണ്. പക്ഷെ അത് അങ്ങനെ ഒരു അവസ്ഥയിൽ വന്നാൽ ഭയങ്കര ഫ്രീ ആയിരിക്കും നമ്മൾ. അപ്പൊ നമുക്ക് അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പിന്നെ പൂർണ്ണ ശക്തിയോടുകൂടെ, വിത്ത് ഓൾ യുവർ സ്ട്രെങ്ത്. എന്തേ പൂർണ്ണ ശക്തിയോടെന്ന് പറയുന്നത്? ചിലർ ചിന്തിക്കുന്നത് കൈ അടിച്ച് പൊട്ടിക്കുന്നതാ പൂർണ്ണ ശക്തിയോടെ എന്ന് പറയുന്നത്. അങ്ങനെ ചിന്ത പലർക്കും ഉണ്ട്. നിങ്ങൾ കൈയടിക്കുന്നതെന്ന് എനിക്ക് വിരോധമൊന്നുമില്ല, അത് നിങ്ങൾ കൈയടിക്കണം. പക്ഷെ വേറെ കാര്യമുണ്ട്, നിങ്ങളുടെ പൂർണ്ണ ശക്തി നിങ്ങളുടെ കൈയടിച്ച് പൊട്ടി അതിനുള്ളതല്ല നിങ്ങളുടെ പൂർണ്ണ ശക്തിയൊക്കെ. നിങ്ങൾ കൈയടിച്ചോ, ഇഫ് യു ഫീൽ ഇറ്റ് യു ഡു ഇറ്റ്. പക്ഷേ പൂർണ്ണ ശക്തിയോടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾ ദ തിങ്സ് ദാറ്റ് യു ഹാവ്,
നിങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ റിസോഴ്സസ് ആണ്. എന്ത് റിസോഴ്സ്? എവറിഥിങ്. എന്തൊക്കെ? യുവർ ഹെൽത്ത്, യുവർ വെൽത്ത്, യുവർ ടൈം, യുവർ ഇൻഫ്ലുവൻസ്, ഇതെല്ലാം നിങ്ങളുടെ ശക്തിയാണ്. പൂർണ്ണ ശക്തിയോടെന്ന് പറയുമ്പോഴത്തേക്ക് ടേക്ക് ദ കേസ് ഓഫ് യുവർ ടൈം. അവനെ സ്നേഹിക്കുന്നത് പൂർണ്ണ ശക്തിയോടെയാണെങ്കിൽ നിങ്ങളുടെ ടൈമിന്റെ 100% നിങ്ങൾ ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. എന്നാലേ നിങ്ങൾ പൂർണ്ണ ശക്തിയോടെ അവനെ സേവിക്കത്തുള്ളൂ. ഞാൻ ടൈമിന്റെ കാര്യം ആദ്യം ഒന്ന് പറഞ്ഞതാ. കാര്യം ഏറ്റവും പ്രയാസം അതാ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പൈസ കൊടുക്കാനൊന്നും അല്ല പ്രയാസം, ടൈം കൊടുക്കാനാണ് പ്രയാസം. ഇപ്പോൾ ഒരു രോഗിയാണ്, ഒരു രോഗിക്ക് സുഖമില്ലാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 10,000 5,000 10,000 കൊണ്ട് കൊടുക്കുകയല്ല, അയച്ചു കൊടുക്കാനും നമുക്ക് അത്ര വലിയ, നമ്മൾ 5,000 രൂപ കൊണ്ട് കൊടുത്ത് നമ്മൾ വിളിക്കുന്ന എല്ലാവരുടെയും കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മളിപ്പോൾ സ്വാഭാവികമായി ഇനിയിപ്പോൾ ഒരു 5,000 രൂപ നമ്മൾ ആർക്കെങ്കിലും ഒരു രോഗിക്ക് കൊടുത്തു, നമ്മളൊന്നും ചത്തുപോകുന്നൊന്നുമില്ല. കാര്യം 5,000 രൂപ കൊണ്ടൊന്നും 5,000 രൂപ നമ്മുടെ കയ്യിൽ ഇപ്പോഴത്തെ സ്റ്റേജിൽ ഞങ്ങൾ പോയത് കൊണ്ട് ഞാൻ പറഞ്ഞ ഓരോ ഏറിയയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇതിപ്പോൾ കേൾക്കുന്ന എല്ലാവർക്കും ചിലപ്പോൾ 5,000 രൂപ വലിയ എമൗണ്ട് ഉള്ളവരുണ്ടായിരിക്കും. പക്ഷേ നോർമൽ വേയിൽ ഞാൻ പറയുകയാണ്, ഒരു 5,000 രൂപ ഒരു രോഗിക്ക് അയാളെ ആശുപത്രിയിലേക്ക് നമ്മൾ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം മുഴുവൻ നഷ്ടപ്പെടുത്തൊന്നുമില്ല. ചിലപ്പോൾ നമ്മളത് കൂളായിട്ട് കൊടുത്തെന്നിരിക്കും. പക്ഷേ 2 ദിവസം അവരുടെ ബൈസ്റ്റാൻഡറായിട്ട് പോയി നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞൊരു വ്യത്യാസം മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പണം എന്ന് പറയുന്നത് വിലയുള്ളതാണ്. കാര്യമൊക്കെ ശരിയാണ്. വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഓരോരുത്തർക്കും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസമുണ്ട്. പണം കൊടുക്കുന്നത് അത്യാവശ്യമാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പണം കൊടുക്കുന്നത് ഈസിയാണ്, ടൈം കൊടുക്കുന്നത് അത്രയും ഈസി അല്ല. ഒരാൾ പറയുകയാണെന്ന് വെച്ചു, സാറേ ഒന്നുകിൽ ഒരു 5,000 രൂപ തന്ന, അല്ലെങ്കിൽ 2 ദിവസം സാർ എൻ്റെ കൂടെ ആശുപത്രി നിൽക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായിരിക്കും പ്രിഫർ ചെയ്യുന്നത്? ഞാൻ 5,000 രൂപ കൊടുത്ത് രക്ഷപ്പെടാൻ നോക്കും. രക്ഷപ്പെടാൻ നോക്കും. അതാ കറക്റ്റ് വാക്ക്. കാര്യം എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് 2 ദിവസം സമയം ഒരാൾക്ക് കൊടുക്കാൻ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലോകത്തിൽ വിലയുള്ളതായി നമുക്കുള്ളത് പണമല്ല, ലോകത്തിൽ പണത്തിന്റെ പല മടങ്ങ് വിലയുള്ളതാണ് ടൈം. കാര്യം പണം ഇന്ന് വരും പോകും, അതിന് ഡിഫറൻസ് ഒന്നും. നാളെ ചിലപ്പോൾ കൂടുതലുണ്ടാകും, ചിലപ്പോൾ ഉള്ളത് നാളെ പോയെന്നിരിക്കും. പക്ഷെ ടൈം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോയാൽ പോയില്ലേ. അതുകൊണ്ട് നമ്മൾ കർത്താവിനെ സ്നേഹിക്കുമ്പോൾ പൂർണ്ണ ശക്തിയോടെ എന്ന് പറയുമ്പോൾ all you have, do not reserve anything for you. നമുക്ക് വേണ്ടി ഒന്നും റിസർവ് ചെയ്യാതെ എല്ലാം കർത്താവിന് കൊടുക്കുമ്പോഴാണ് പൂർണ്ണ ശക്തിയോടെ അവനെ സ്നേഹിക്കുന്നത്. One thing is time. ടൈം ഞാൻ പറഞ്ഞത് അതാണ് ഏറ്റവും പ്രയാസം എന്നുള്ളതാണ്. ഓൾസോ മണി ഉൾപ്പെടെ എൻ്റെ റിസോഴ്സസ് ആർക്ക് വേണ്ടിയാ? ഇറ്റ്സ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. വെൻ ഐ ബിലോങ് ടു ജീസസ്, എവറിഥിങ് ബിലോങ് ടു ജീസസ്. നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലരും നമ്മളെ തന്നെ കൊടുക്കും, പക്ഷെ നമുക്കുള്ളത് കൊടുക്കത്തില്ല. നമ്മൾ പറയും ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നത്, പക്ഷെ എന്നെ തന്നെ സമർപ്പിക്കുന്നതിന്റെ കൂട്ടത്തിൽ എനിക്കുള്ളതുകൊണ്ട് സമർപ്പിക്കുന്നേ. എനിക്കുള്ളത് എന്താ? പല കാര്യങ്ങൾ. എൻ്റെ ആരോഗ്യം, പലപ്പോഴും നമുക്ക് ആരോഗ്യം വലിയൊരു ഇഷ്യൂവാണ്. എൻ്റെ ആരോഗ്യം കളയാനൊന്നും എനിക്ക് വയ്യ, എൻ്റെ പണം കളയാൻ എനിക്ക് വയ്യ. എൻ്റെ പ്രൈവസി ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ പ്രൈവസി ഒരു വലിയ ഇഷ്യൂ ആണ്. എൻ്റെ പ്രൈവറ്റ് ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ടൈം മുഴുവൻ ഞാൻ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. അതിലൊക്കെയാണ് പലപ്പോഴും വില എന്ന് നമ്മൾ പറയുന്നത്. രാപകലില്ലാതെ അധ്വാനിക്കേണ്ടി വരും പല സമയത്തും. ഒരാൾ കൂടുതൽ സമയം ടെലിഫോൺ ചെയ്താൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് എന്തൊരു തലവേദനയായിരിക്കും. നമ്മൾ അങ്ങോട്ട് പറയാനാണെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കാനാണെങ്കിൽ ഈസി ആയിരിക്കും, പക്ഷെ ഇങ്ങോട്ട് കേൾക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ ടൈം കൊടുത്താലേ പറ്റുള്ളൂ, നമ്മുടെ പ്രൈവസി കൊടുത്താലേ പറ്റുള്ളൂ. എത്രയോ ആളുകൾ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, അവർക്ക് ആരെങ്കിലും ഒന്ന് സംസാരിക്കാൻ ആരുമില്ലാത്ത ആളുകൾ, അവർക്ക് സമയം കൊടുക്കാൻ നമുക്ക് കഴിയുമോ?
ഒരു വലിയ ഇഷ്യൂ ആണ്. ചിലർക്ക് കേട്ടാൽ മാത്രം മതി. കാര്യം അവൾക്ക് ആരോട് സംസാരിക്കാനാ? ഒരിക്കലും ഒരു സ്ത്രീ എനിക്ക് ടെലിഫോൺ ചെയ്തത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആർട്ടിക്കിൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. വ്യാഴാഴ്ച രാവിലെ തുടങ്ങിയതാണ്. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്കാണ് തീർന്നത്. 34 മണിക്കൂർ ഞാൻ കണ്ടിന്യൂസ് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉറങ്ങിയിട്ടേ ഇല്ല, ഒരു തുള്ളി പോലും ഉറങ്ങിയിട്ടില്ല. ഉച്ചയ്ക്ക് ഇപ്പോൾ 10 മണിയാണ്, ഉച്ചയ്ക്ക് 2 മണിക്ക് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പം 10 തൊട്ട് 4 മണിക്കൂറുണ്ട്. അപ്പം ഞാൻ ജെസ്സിയോട് പറഞ്ഞു, ഞാൻ ഒരു 2 മണിക്കൂർ കിടന്ന് ഉറങ്ങണ്ട, അത് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് വല്ലതും കഴിച്ചിട്ട് മീറ്റിങ്ങിന് പോകണം. 4 മണിക്കൂർ ടോട്ടലുള്ളൂ. അപ്പം 2 മണിക്കൂർ ഉറങ്ങാൻ കേൾവി, അങ്ങോട്ട് കിടന്നാൽ ഒരു ഫോൺ. അപ്പം ഞാൻ ഫോൺ എടുത്തപ്പോഴത്തേക്ക് ഈ സ്ത്രീ ആദ്യം പറയുന്നത്, ഫോൺ നിർത്തല്ലേ? ഐ ആം നോട്ട് ജോക്കിങ്. ഞാൻ റിയൽ ആയിട്ട് നടന്നൊരു കാര്യം പറയാം. മാത്യുവിന് അത് അറിയാൻ കാര്യം, മാത്യുവിന് അതുപോലെ ഫോൺസ് വേണമെന്നുള്ള എനിക്കറിയാം. ഫോൺ നിർത്തല്ലേ? ഞാൻ പറഞ്ഞു ഇല്ല, സംസാരിച്ചോ. അപ്പം ഇവർ പറഞ്ഞതെന്നറിയോ, ബ്രദറെ ഞാൻ ഫോൺ ചെയ്താൽ, അപ്പോൾ എനിക്ക് അവളുടെ ഹസ്ബൻഡിനെ അറിയാം. ഇവരെ ഞാൻ കണ്ടിട്ടില്ല. ഇവർ കോളേജ് പഠിപ്പിക്കുന്ന ഒരു സ്ത്രീയാണ്. ഹസ്ബൻഡ് ഒരു എഞ്ചിനീയറാണ്. പക്ഷേ ഇന്ത്യയിലില്ല, പുറത്ത് പക്ഷേ അവർ കുളിങ്ങി കിടക്കുകയാണ്. അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ ഇന്നയാളുടെ ഭാര്യയാണ്. ഞാൻ പറഞ്ഞു എനിക്കറിയാം, ആളെ അറിയാം, നിങ്ങളെ കണ്ടിട്ടില്ല. ബ്രദറെ ഞാൻ ഫോൺ ചെയ്താൽ എൻ്റെ ഭർത്താവ് എടുക്കത്തില്ല. ഞാൻ ഫോൺ ചെയ്താൽ എൻ്റെ ആങ്ങളമാരെടുക്കത്തില്ല, എൻ്റെ അനിയത്തിമാരെടുക്കത്തില്ല. ഞാൻ ഫോൺ ചെയ്ത എൻ്റെ അമ്മായിയമ്മ എടുക്കത്തില്ല. അതൊക്കെ ഞാൻ ക്ഷമിക്കും. ഞാൻ ഫോൺ ചെയ്ത എൻ്റെ പെറ്റതള്ള, എൻ്റെ അമ്മ എൻ്റെ ഫോൺ എടുക്കത്തില്ല. ബ്രദർ ഫോൺ നിർത്തരുതേ. She started crying. കരയാൻ തുടങ്ങി. കരയെന്നറിയാം, മോൻ മിസ്സിങ്ങാ, പിണങ്ങി ഇറങ്ങിപ്പോയിരിക്കുക. ചെറുക്കൻ എവിടെ പോയെന്ന് അറിയത്തില്ല. ഒരു പോലീസിനെ വിളിക്കാൻ പോലും ആങ്ങളമാരെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. 1.5 മണിക്കൂർ ആ സ്ത്രീ സംസാരിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. ഏതാണെങ്കിലും കുഞ്ഞു മടങ്ങി വന്നു. അത് പിന്നെ ഞാൻ അറിഞ്ഞു. അപ്പം പിന്നെ എനിക്ക് ഉറങ്ങാൻ സമയമില്ല. ഞാൻ ജെസ്സിയോട് പറഞ്ഞു, ജെസ്സി ഞാൻ കുളിച്ചിട്ട് നേരെ പോയേക്കാം, 2 മണിക്ക് മീറ്റിങ്ങാണ്. ജെസ്സി പിന്നെ പറഞ്ഞു തന്നെ പോകണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുന്നു. പിന്നെ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുന്നത് രാത്രി 8 മണി കഴിഞ്ഞിട്ടാണ്. അപ്പോഴത്തേക്ക് 40 മണിക്കൂർ കഴിഞ്ഞ്, ഉറങ്ങിയിട്ട് 40 മണിക്കൂറായി. നമ്മുടെ പ്രൈവറ്റ് ലൈഫൊക്കെ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യേണ്ടി വരും? കൊടുക്കേണ്ടി വരും. ഇത് ഞാൻ ഉപദേശിയായതുകൊണ്ട് മാത്രമല്ല, ഈ പണിയൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഈ ഫോൺ എന്നൊക്കെ പറയുന്നതൊന്നും പ്രീച്ചേഴ്സിന് വേണ്ടി മാത്രമുള്ളതൊന്നും അല്ല. അത് ഞാൻ പറഞ്ഞിട്ട് വ്യത്യാസം മനസ്സിലാക്കണം. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഉള്ള ശുശ്രൂഷയാണ്. ഇതൊക്കെ കഷ്ടപ്പെടുന്നവരായ ആളുകൾ, ദുരിതം അനുഭവിക്കുന്നവരായ ആളുകൾ, ആരും സംസാരിക്കാനില്ലാത്ത ആളുകൾ. ഒരു ബൈസ്റ്റാൻഡറായിട്ട് പോയി ഒരു ഹോസ്പിറ്റലിൽ പോയി നിൽക്കാൻ തുടങ്ങുന്നത്, അതിനുള്ള വലിയ ശുശ്രൂഷ വേറെ ഒന്നുമില്ല. ഈ പ്രസംഗിക്കുന്നതിനേക്കാളൊക്കെ വലുതാണ് രോഗിയായ ഒരു വ്യക്തിയോടെ പോയി 2 ദിവസം വീട്ടിൽ ഒരു ഹോസ്പിറ്റലിൽ പോയി നിൽക്കാൻ തുടങ്ങുന്നത്. നമുക്ക് വേണ്ടി ഒന്നും റിസർവ് ചെയ്യാതെ എല്ലാം ദൈവത്തിന് കൊടുക്കുമ്പോഴാണ് പൂർണ്ണ ശക്തിയോടെ അവനെ സ്നേഹിക്കുന്നത്. എന്ന് വെച്ചിട്ട് ഉറങ്ങരുതെന്നോ കഴിക്കരുതെന്നോ കുടിക്കരുതെന്നോ ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മൾ മാക്സിമം നമുക്ക് വേണ്ടി അല്ല ജീവിക്കേണ്ടത്. ആർക്ക് വേണ്ടി ജീവിക്കേണ്ടത്? മറ്റുള്ളവർക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി. സ്പെൻഡ് ടൈം വിത്ത് ഗാഡ്, സ്പെൻഡ് ടൈം വിത്ത് അതേഴ്സ്. വെറുതെ അതുവിധം പറഞ്ഞ് സമയം കളയാനൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ദോസ് ഹു ആർ സഫറിങ്, those who are suffering. അപ്പോൾ പൂർണ്ണ ശക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സേവിക്കാൻ പറ്റും. പൂർണ്ണ ശക്തിയോട്. ചിലപ്പോൾ ആളുകളൊക്കെ സൂയിസൈഡ് ചെയ്യാൻ കയറി നിന്നിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. സൂയിസൈഡ് ചെയ്യാൻ കയറി നിന്നിട്ട് ഒരാൾ എന്നെ ഒരിക്കൽ ഫോൺ ചെയ്തു, സാജു അല്ലേ? നമ്മൾ അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കാനാണ് വിളിക്കുന്നത്. ഭയങ്കര ദേഷ്യത്തിൽ ഞാൻ ചോദിച്ചു എന്താ? അതെ, ആത്മഹത്യ ചെയ്ത സ്വർഗത്തിൽ പോകുന്ന നരകത്തിൽ പോകും. ഞാൻ ചോദിച്ചു ഇപ്പം എന്താ ഇങ്ങനെ പെട്ടെന്ന് ചോദിക്കാൻ കഴിയും? ഞാനങ്ങ് വല്ലാതായി. അത് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ, അതുകൊണ്ടാ ചോദിച്ചേ. ഐ ആം നോട്ട് ജോക്കിങ്. 1 മണിക്കൂർ ആ മനുഷ്യൻ സംസാരിച്ചു. ഒടുവിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു. നമ്മുടെ സമയം നമ്മൾ ആർക്ക് വേണ്ടിയാ വെക്കണ്ടേ? അതുകൊണ്ടാണ് പറഞ്ഞത് പൂർണ്ണ ശക്തിയോടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സകല റിസോഴ്സസിനകത്ത് പൈസയും ഉണ്ട് കേട്ടോ. പൈസ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, പൈസയുണ്ട്. നമുക്ക് എന്തിനാ ദൈവം പണം തന്നത്? നമ്മൾ കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്തു. എനിക്ക് അതിനകത്തൊന്നും വിരോധമൊന്നുമില്ല. ഞാൻ ഈ പട്ടിണി കിടക്കണമെന്നൊന്നും പറയുന്ന ആളല്ല. ഒരു
പ്രോസ്പെരിറ്റി പ്രീച്ചർ ഒരിക്കൽ എന്നോട് പറഞ്ഞു, സാജു ഞങ്ങളൊക്കെ പ്രോസ്പെരിറ്റി പ്രീച്ചർ, നിങ്ങളൊക്കെ പോവർട്ടി പ്രീച്ചേഴ്സ്. ഞാൻ പറഞ്ഞു, ഞാൻ പോവർട്ടി പ്രീച്ചറൊന്നും അല്ല, ഞാൻ ആരും പട്ടിണി കിടക്കുന്നതൊന്നും എനിക്കിഷ്ടമൊന്നുമല്ല. ഉള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ഇഷ്ടമല്ല, വേറൊരാൾ പട്ടിണി കിടക്കുന്നത് കാണുന്നതും എനിക്കിഷ്ടമല്ല. പക്ഷേ ഞാൻ പ്രോസ്പെരിറ്റി പ്രീച്ചറല്ല, ഞാൻ സമൃദ്ധിയുടെ പ്രസംഗകനല്ല, ഞാൻ സംതൃപ്തിയുടെ പ്രസംഗകനാണ്. ഞാൻ പ്രസംഗിക്കുന്നത് സംതൃപ്തിയാണ്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം പട്ടിണി കിടക്കണമെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ കഴിച്ചോ കുടിച്ചോ ഒക്കെ ചെയ്തോ. പക്ഷെ വേറെ കാര്യമുണ്ട്, നിങ്ങൾ കർത്താവിനെ സേവിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ശക്തിയോടെയുമായിരിക്കണം. വിത്ത് ഓൾ യുവർ സ്ട്രെങ്ത്. എന്താണ് പൂർണ്ണം എന്ന് പറഞ്ഞാൽ? നമുക്ക് വേണ്ടി ഒന്നും റിസർവ് ചെയ്യാതെ, ഒരു ഡിസ്റ്റോർഷനും ഇല്ലാതെ, ഒരു ഡീവിയേഷനും ഇല്ലാതെ, ആരോഗ്യം, പണം, ധനം, പദവി, എന്തും ആയിക്കോട്ടെ, ടൈം, എല്ലാം ദൈവത്തിന് കൊടുക്കണം. എന്നാലേ നമ്മുടെ സ്നേഹം പെർഫെക്റ്റ് ആകത്തുള്ളൂ. നമുക്കുള്ളത് അത് ദൈവത്തിൻ്റെ നിയമമാണ്. കാരണം ക്രിസ്തീയ ശിഷ്യത്വത്തിൻ്റെ ആദ്യ പാഠം തന്നെ ഉപേക്ഷണമാണ്. എന്താ ഉപേക്ഷണം? ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അപ്പൊ എൻ്റെ സ്നേഹം പൂർണ്ണ ഹൃദയത്തോടെ ആകണമെങ്കിൽ, പൂർണ്ണ മനസ്സോടെ ആകണമെങ്കിൽ, പൂർണ്ണ ശക്തിയോടെ ആകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എൻ്റേത് എന്ന് ഞാൻ ചിന്തിക്കുന്നതിനെ എല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞാലേ പറ്റുള്ളൂ, ഉപേക്ഷിച്ചാലേ പറ്റുള്ളൂ. ഉപേക്ഷണമില്ലാതെ ശിഷ്യത്വമില്ല. അങ്ങനെ തന്നെ ഒരുവൻ തനിക്കുള്ളത്, ലൂക്കോസ് സുവിശേഷം 14-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, അങ്ങനെ തന്നെ ഒരുവൻ തനിക്കുള്ളതൊക്കെയും വിട്ടുപിടിയുന്നില്ല എങ്കിൽ എൻ്റെ ശിഷ്യനാകുവാൻ കഴിയില്ല. തനിക്കുള്ളതൊക്കെയും. അത് പണമുണ്ട്, പക്ഷെ നമ്മൾ ഈ പണം എന്നുള്ള മാത്രമേ എപ്പോഴും കേൾക്കത്തുള്ളൂ. അത് ഒരിക്കലും കേൾക്കാതിരിക്കരുത് കേട്ടോ. തീർച്ചയായിട്ടും പണമുണ്ട്, പക്ഷെ പണം മാത്രമല്ല. ചില ആളുകൾ പറയും, ഞാൻ വർക്ക് ചെയ്യുന്നതെല്ലാം പാവങ്ങളുടെ ഇടയ്ക്കല്ലേ, തീരെ പാവങ്ങളുടെ ഒന്നും പണത്തെക്കുറിച്ചൊക്കെ അവരോട് പറയുന്നത് തന്നെ കഷ്ടമാണ്. എന്നുവെച്ചാൽ അവരുടെ ഒന്നുമില്ലാത്ത ആളുകളിലേക്ക് ഞാൻ വർക്ക് ചെയ്യുന്നില്ല. എന്നാൽ അവരുടെ അടുത്തോട് ഞാനിത് പറയുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് ഞാൻ പറയും, നിങ്ങൾക്കുള്ളത് എന്ന് പറയുമ്പോഴത്തേക്ക് മേ ബി യു ഡു നോട്ട് ഹാവ് മണി, ബട്ട് യു ഹാവ് ടൈം, യു ഹാവ് ടാലൻസ്, യു ഹാവ് ഹെൽത്ത്. നല്ല ആരോഗ്യമുള്ളമാരാണ്, പണമൊന്നും ഇല്ലെങ്കിലും നമ്മൾക്ക് ആരോഗ്യമുണ്ട്. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ കർത്താവിന് കൊടുക്ക്. അത് നിങ്ങൾക്ക് വേണ്ടി റിസർവ് ചെയ്യാതെ യു ഗോ ടു ദ പ്ലേസസ്, വാക്ക് ആൻഡ് ഗിവ് ഗോസ്പൽ ടു ദ പീപ്പിൾ, വർക്ക് ഫോർ ഗോഡ്, ഹെൽപ്പ് അതേഴ്സ്. റിസോഴ്സസ് തനിക്കുള്ളതൊക്കെയും എന്ന് പറയുമ്പോഴത്തേക്ക് പണം ഒരു വിഷയമാണ്. പക്ഷെ പണം മാത്രം. ചിലർ പറയും എനിക്ക് പൈസ ഇല്ല, ഞങ്ങളോട് ഇതൊക്കെ പറയുന്നത്. എന്നോട് ചില പറയും, ഞങ്ങളുടെ അടുത്ത് ഇതെങ്ങനെ പറയുന്നത്, ഞങ്ങൾക്ക് വല്ലതും ഉണ്ടോയെന്ന് ചോദിക്കുന്ന ഒന്നും ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല, അവർ ചിന്തിക്കുന്ന അത്രയും ഓർക്കില്ലെന്നുള്ളതാണ് കാര്യം. തൃപ്തി ഇല്ലാത്തതുകൊണ്ട് പറയുന്നതാണ്, അത് വേറെ ഒന്നുമല്ല. പക്ഷേ ഒന്നും ഇല്ലാന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഈ ലോകത്തിൽ എല്ലാവർക്കും ദൈവം എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്. അത് പണം മാത്രമല്ല, അതൊക്കെ തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവൻ്റെ ശിഷ്യനാകാൻ നമുക്ക് കഴിയുകയില്ല. എനിക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടല്ല. I give everything. Oh, I love my God with all my heart. ഹൃദയത്തിൽ എനിക്ക് വേറെ ഒന്നുമില്ല, വേറെ ഒന്നിനെ സ്നേഹിക്കുന്നില്ല, വേറെ ഒരു കാര്യത്തെയും സ്നേഹിക്കാതെ സമ്പൂർണമായിട്ട് അവനെ മാത്രം സ്നേഹിക്കുന്ന. വേറൊന്നിനെ സ്നേഹിക്കാൻ കർത്താവ് സമ്മതിക്കത്തുമില്ല. കർത്താവിനത് ഇഷ്ടമല്ല. ഇസ്ഹാക്കിനെ അബ്രഹാം കൂടുതൽ സ്നേഹിച്ചു. ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ഹാപ്പൻ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ ഇസ്ഹാക്കിനെ യാഗം അർപ്പിക്കാൻ വേണ്ടി എന്തിനാ കർത്താവ് പറഞ്ഞേ? പാവം ചെറുക്കനെ, ഇത്രയും നല്ലൊരു ചെറുക്കനെ നമ്മുടെ സമൂഹത്തിൽ കണ്ടു കിട്ടുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. വാറാ മോനെ, അവിടെ ചെന്ന് ദൈവം എന്നോട് പറഞ്ഞു നിന്നെ യാഗമാക്കാനാണെന്ന് പറഞ്ഞു. എന്നാ അതേ കിടക്കുന്നെന്ന് പറഞ്ഞോളൂ, കയറി കിടക്കുന്ന ചെറുക്കൻ. ഇപ്പോഴത്തെ പിള്ളേരും വല്ലതും ആയിരിക്കണം. വലിയപ്പനെയുമ്പോ ഭ്രാന്ത് കളകി നേരെ വിളിച്ചു കെട്ടിക്കൊണ്ട് സൈക്കാട്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അങ്ങനെ ഒരു പാവം പിടിച്ച ഇസഹാക്കിനെ യാഗം അർപ്പിക്കാനായിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യം എന്നറിയാമോ? ഒറ്റ കാര്യമുള്ളൂ. അബ്രഹാം ദൈവത്തെക്കാൾ അധികം ഇസഹാക്കിനെ സ്നേഹിച്ചു. അത് പറയുന്ന പറച്ചിൽ തന്നെയുണ്ട്. അബ്രഹാമേ, നിന്റെ മകനെ
നിന്റെ ഏകജാതനെ, നീ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ തന്നെ. സ്പർജൻ എന്ന് പറയുന്നത്, അബ്രഹാമേ നിന്റെ മകനെ, യെസ് ലോർഡ്, പക്ഷെ എനിക്ക് 2 മക്കളുണ്ടല്ലോ, ഇസ്മായിലും ഇസഹാക്കും. ഇസ്മായിലിനെ കൊടുക്കാനാണ് അത്രയും വലിയ പ്രയാസമില്ല, എന്നാൽ പിന്നെ ഇസ്മായിലിനെ തന്നേക്കട്ടെ. അല്ല, നിന്റെ ഏകജാതനെ. അതിപ്പോ കർത്താവേ 2 പേരുടെ അമ്മമാർക്ക് ഏകജാതന, അതല്ല, നീ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ തന്നെ, സ്പെസിഫിക് ആയിട്ട്. കാരണം ദൈവം അവനെ വിളിച്ചപ്പോൾ ദൈവത്തിനും അബ്രഹാമിനും മധ്യത്തിൽ വേറെ ഒന്നുമില്ലായിരുന്നു. പക്ഷെ ഇസഹാക്ക് വളർന്നപ്പോൾ ദൈവത്തിനും അബ്രഹാമിനും മധ്യത്തിൽ ഇസഹാക്ക് കയറി നിന്നു. കർത്താവ് പറഞ്ഞു, എനിക്കിഷ്ടമില്ല ഇത്, ഇറക്കിയുള്ളവനെ യാഗമാക്ക്. അവനെ യാഗം അർപ്പിച്ചു. നമുക്കറിയാം, പ്രത്യക്ഷത്തിൽ യാഗം അർപ്പിച്ചില്ല, അവൻ ഇറങ്ങി. പക്ഷെ വേറെ ആരുണ്ട്, എബ്രായ ലേഖനത്തിൽ വിശ്വാസത്താൽ അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം അർപ്പിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്നാ? തിരിച്ചു വന്നപ്പോൾ അബ്രഹാം, ദൈവം, ഇവരുടെ മധ്യത്തിൽ ഇസ്ഹാക്ക് പിന്നെ ഒരിക്കലും കയറി നിന്നിട്ടില്ല. അതാണ് തനിക്കുള്ളതിനെയൊക്കെ ഉപേക്ഷിക്കാന്ന് പറയുന്നത്. കൂടെ ഉണ്ടായിരുന്ന അബ്രഹാം, ഇസ്ഹാക്ക് കൂടാരത്തിലുണ്ട്, പക്ഷേ ദൈവത്തിനും അബ്രഹാമിനും മധ്യത്തിലേക്ക് പിന്നെ കയറി നിൽക്കാൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. ഇതേപോലെ നമ്മുടെ യാതൊരു കാര്യവും ദൈവത്തിന് നമുക്ക് മധ്യത്തിൽ കയറി നിൽക്കാതിരിക്കുമ്പോഴാണ് പൂർണ്ണ ശക്തിയോടെ അവനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നത്. ഒരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞു നിർത്തുകയാണ് പെട്ടെന്ന്. പൂർണ്ണ ആത്മാവോടെ, വിത്ത് ഓൾ യുവർ സ്പിരിറ്റ്. പൂർണ്ണ ആത്മാവോടെ. നമുക്കറിയാമല്ലോ, കർത്താവ് ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും അവനെ നമസ്കരിക്കണം. സ്പിരിറ്റിൽ അവനെ നമ്മൾ തിരിച്ചറിയണം, ആത്മാവിൽ തിരിച്ചറിയണം, ആത്മാവിൽ ആരാധിക്കണം, ആത്മാവിൽ സ്നേഹിക്കണം. അത് നടക്കണമെങ്കിൽ ആത്മാവാകുന്ന ദൈവവുമായിട്ട് നമ്മുടെ ആത്മാവിനൊരു യൂണിയൻ ഉണ്ടാകണം. എന്നാലേ അത് പെർഫെക്റ്റ് ആകത്തുള്ളൂ. നമ്മൾ ആ സ്പിരിറ്റും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നമുക്ക് നടക്കുന്നത് മനസ്സിലാക്കണം. ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ, നമുക്കോ ദൈവം തന്നെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവം തന്നെ മക്കൾക്ക് സ്നേഹിക്കുന്നവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ള കണ്ണ് കണ്ടില്ല, ചെവി കേട്ടില്ല എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നവർ എന്തെങ്കിലും കാറോ വീടോ ഒന്നുമല്ല. ദൈവം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പോർഷയോ ബെന്റലിയോ വല്ലതും തന്നെന്ന് വെച്ചോ, എന്നിട്ട് നമ്മൾ സാക്ഷി പറയും, ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി. അത് എത്രയോ പേര് കണ്ടിട്ടുണ്ടോ? ഷോറൂമിൽ ഇരിക്കും കണ്ടിട്ടില്ലയോ? ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അത് ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഡിസൈനറുടെ മനസ്സിൽ ഉണ്ട്. അപ്പൊ കാറോ വീടോ ഒന്നും അല്ല, പിന്നെന്താണ്? കമ്മ്യൂണിയനാണ്, ദൈവ സംസർഗം. ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. അതായത് the spirit searcheth everything, even the innermost depths of God. അതാണ് പൂർണ്ണ ആത്മാവോടെന്ന് പറയുമ്പോഴത്തേക്ക്. അതായത് we have perfect communion with God the Spirit. Perfect communion. ആ കമ്മ്യൂണിക്കേഷൻ, അങ്ങനെയുള്ള അന്യോന്യമുള്ള ഒരു വലിയ മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? അതുകൊണ്ട് തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. അപ്പം ഇത് മാത്രം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ദൈവത്തിലുള്ളത് ആർക്കും അറിയാൻ പറ്റത്തില്ല. അങ്ങനല്ല. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അവിടെ പറയുന്നത് we know what is inside the heart of God. നമുക്കറിയാൻ പറ്റും ദൈവത്തിന്റെ ഹൃദയത്തിലുള്ളത് എങ്ങനെയാണെന്ന്. എങ്ങനെ അറിയാൻ പറ്റുള്ളൂ? when you have a spirit to spirit communion with the spirit God. ആ സ്പിരിറ്റ് ടു സ്പിരിറ്റ് കമ്മ്യൂണിയൻ അത് റോമാലേഖനം 8-ാം അധ്യായത്തില് അതിൻ്റെ 14-ാമത്തെ വാക്യം
വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മളെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. അപ്പൊ ആ പെർഫെക്റ്റ് യൂണിയൻ എന്ന് നോക്കിയേ. God the Spirit speaks to my spirit. Oh, my son. He calls me my son. And he says that you are my son. ആ കമ്മ്യൂണിയൻ അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എന്തുകൊണ്ടാണ്? Because of the union of my spirit and with the spirit of God. എൻ്റെ ആത്മാവിൽ വേറെ ഒന്നും ഇല്ല. എൻ്റെ ആത്മാവിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒറ്റയാളേ ഉള്ളൂ. ആരാണ്? That's the Holy Spirit. അപ്പോഴാണ് ഞാൻ പൂർണ്ണ ആത്മാവോടെ അവനെ സ്തുതിക്കുന്നത്, അവനെ സ്നേഹിക്കുന്നത്. We need to love him with all our heart, with all our mind, with all our strength. ഒന്നും റിസർവ് ചെയ്യാതെ, യാതൊന്നും റിസർവ് ചെയ്യാതെ ഞാൻ അവനെ സ്നേഹിക്കുന്ന അവസ്ഥ. അങ്ങനെ ആ സ്നേഹം ഉണ്ടാകുമ്പോൾ പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പുറകെ വന്നോളും. വേദപുസ്തകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് 1 കൊരിന്ത്യർ 13 അധ്യായം. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ് സ്പീക്സ് അബൌട്ട് ലവ്. അവിടെ പറയുന്നത് നിങ്ങളുടെ എല്ലാ കൃപാവരങ്ങളെക്കാളും വലുതാണെന്ത്? സ്നേഹം. ശ്രേഷ്ഠ വരം എന്ന് പറഞ്ഞ് കാണിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? സ്നേഹത്തെ കുറിച്ചാണ്. ശ്രേഷ്ഠ വരം. എന്നാൽ ഫലം പറയുമ്പോൾ ആദ്യത്തേത് ഫലം സ്നേഹമാണ്. ആത്മാവിന്റെ ഫലമോ സ്നേഹം. ഒന്നാമത്തെ കാര്യമാണ് പറയുന്നത്, ഒരാളിങ്ങനെ വായിച്ചു പറഞ്ഞാണ്, ആത്മാവിന്റെ ഫലങ്ങളോ എന്നല്ല, ദ ഫ്രൂട്ട്സ് ഓഫ് ദ സ്പിരിറ്റ് എന്നല്ല എഴുതിയിരിക്കുന്നത്. ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ഈസ് ലവ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ അതിന്റെ പുറകെ വരുന്നുള്ളതേ ഉള്ളൂ. ശരിക്കും ആത്മാവിന്റെ ഫലം എന്താണ്? സ്നേഹം. സ്നേഹത്തിൽ നിന്നാണ് സന്തോഷവും മറ്റുള്ള കാര്യങ്ങളും എല്ലാം, താഴോട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം വരുന്നത്. ഇറ്റ് ഈസ് ലവ്. കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും. ബാക്കി എന്തെല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല. സ്നേഹമില്ലെങ്കിൽ ഒരു കാര്യമില്ല. പ്രവചനപരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിക്കുകയും മനകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാനേൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല. I need to love God. I need to love my neighbor, my brother. അതാണ് ഏറ്റവും വലിയ കൽപ്പന എന്ന് പറയുന്നത്. സ്നേഹമാണ് എല്ലാം. ആ സ്നേഹം, ഒന്ന് ദൈവത്തോടുള്ള സ്നേഹം, രണ്ട് മനുഷ്യരോടുള്ള സ്നേഹം. ഇഫ് യു ആർ എ ട്രൂ ബിലീവർ, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും താല്പര്യവും ലക്ഷ്യവും എല്ലാം എന്താണെന്നറിയാമോ? I want to love my Jesus with all my heart, with all my strength, with all my spirit, with all my mind. And I never want to see that the love towards my God is ceasing. അതിനകത്ത് എന്തെങ്കിലും ഒരു സീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിൽ മുറിഞ്ഞു പോകുന്ന ഒരു സ്റ്റേജ് എനിക്ക് ആലോചിക്കാനേ വയ്യ. അതുകൊണ്ടാണ് ഞാൻ ലോകത്തെ സ്നേഹിക്കുന്നത്. ലോകത്തെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എനിക്ക് യേശുവിനെ അതുപോലെ സ്നേഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഞാൻ എത്രയും കൂടുതൽ എല്ലാത്തിനും പരിശ്രമിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. I want to see that I am abiding in the love of Jesus. അപ്പോൾ പിന്നെ ലോകം എന്നിലേക്ക് കയറില്ല. അപ്പോൾ എനിക്ക് കൽപ്പനകൾ അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ റിലേഷൻ, I love my Jesus. പ്രിയമുള്ളവരെ, നമ്മളിന്ന് ആ സ്നേഹത്തിൻ്റെ ആ സ്നേഹം കൊണ്ട്, ആ ക്രിസ്തുവിനോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞ് നമ്മളെ ഹൃദയം നിറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേജ്. അങ്ങനെ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും നമ്മളെ വേർതിരിക്കാൻ കഴിയില്ല. ഇപ്പം റോമാലേഖനത്തിൽ തന്നെയാണെങ്കിലും അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 35 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ, ഇതെല്ലാം വരട്ടെ. കഷ്ടത വരുമ്പോൾ ദുഃഖമുണ്ട്, പക്ഷേ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കില്ല. സങ്കടം, എല്ലാവർക്കും സങ്കടങ്ങളൊക്കെ ഉണ്ട്. ഉപദ്രവം ചിലപ്പോൾ അതൊക്കെ ഉണ്ട്, ചിലപ്പോൾ പട്ടിണിയുണ്ട്.
നഗ്നത, ആപത്ത്, വാള് ഇതൊന്നും ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇനി പോരട്ടെ എന്നൊക്കെ പറയത്തക്ക രീതിയിലുള്ള വലിയ ധൈര്യമൊന്നും എനിക്കില്ല. പക്ഷേ ഇതെല്ലാം വന്നാലും സഹിക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ എനിക്ക് കുറവാണ്. പക്ഷേ വേറെ കാര്യമുണ്ട്, ചിലപ്പം സഹിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഇതൊന്നും എന്നെ വേർപിടിക്കത്തില്ല. നിന്റെ നിമിത്തം ഞങ്ങൾ ഇടപെടാതെ കൊല്ലുന്ന ഉറപ്പാനുള്ള ആളുകളെ പോലെ എണ്ണെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. We are more than conquerors. We are more than conquerors. ഒരാൾ പറഞ്ഞത് പോൾ എഴുതുന്ന സമയത്ത് ഈ വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വേർഡാണ്. കാരണം ആ കാലയളവിൽ ഇപ്പോഴും നമുക്കറിയാമല്ലോ, ഒരു കോൺകറർ എന്നുള്ള പേര്, ഒരു പൊസിഷൻ കിട്ടിയ ആള് അലക്സാണ്ടറാണ്. അലക്സാണ്ടർ ദ കോൺകറർ, ഇതായിരുന്നു അലക്സാണ്ടർ കിട്ടിയ ഒരു പൊസിഷനാണ്. അപ്പൊ പോള് ഒരു ക്രിസ്തു വിശ്വാസിയെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പിടിച്ചു നിർത്തുന്ന, ആ ബാക്കി എന്ത് വരുമ്പോഴും അവന് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ അവൻ പിടിച്ചു നിൽക്കുന്ന, അവൻ വിജയിക്കുന്ന ആ വിജയത്തെക്കുറിച്ച് എഴുതിയപ്പോൾ വി ആർ കോൺകറിങ് അല്ലെങ്കിൽ വി ആർ കോൺകറേഴ്സ് എന്നെഴുതാൻ അവന് മനസ്സ് വന്നില്ല. കാര്യം അത് അലക്സാണ്ടറിൻ്റെ വിജയത്തെ പോലെയൊക്കെ ആയിപ്പോവും. അതുകൊണ്ട് വേറെ ഒരു വാക്കും കിട്ടാഞ്ഞപ്പോൾ പോൾ എഴുതുന്ന പറഞ്ഞ് വി ആർ മോർ ദാൻ കോൺകറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലക്സാണ്ടറുടെ വിജയത്തെക്കാൾ വലിയ വിജയമാണ് ഒരു വിശ്വാസിയുടെ വിജയം. വി ആർ മോർ ദാൻ കോൺകറേഴ്സ്. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നമ്മെ വേർപിടിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇങ്ങനെ ഒരു സ്നേഹമാണ് കർത്താവ് നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത്. എല്ലാറ്റിനെയും വിജയിക്കുവാൻ പ്രാപ്തമാക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടുകൂടെ കർത്താവിനെ പിൻപറ്റുന്ന സ്നേഹം. With all your heart, that means it is full. വേറെ ഒന്നിനും അങ്ങോട്ട് അകത്തോട്ട് കയറാൻ കഴിയാത്ത രീതിയിൽ പൂർണ്ണതയുള്ള സ്നേഹം. പരിശോധനകൾക്കോ പ്രയാസങ്ങൾക്കോ പ്രലോഭനങ്ങൾക്കോ അകത്തോട്ട് കയറാൻ കഴിയില്ല. ലോകം വന്ന് വാതുക്ക നിൽക്കത്തേ ഉള്ളൂ. ലോകം വരും. യേശുവിൻ്റെ അടുത്ത് വന്നില്ലേ പ്രലോഭകൻ? The tempter even tried to tempt Jesus. യേശുവിനെ പോലും പ്രലോഭിപ്പിക്കുവാൻ പ്രലോഭകൻ അല്ലെങ്കിൽ പരീക്ഷകൻ അവൻ്റെ അടുക്കൽ വന്നു. നമ്മുടെ അടുത്തും വരും. പക്ഷേ യേശുവിനെ പരീക്ഷിക്കാൻ പിശാച് വന്നിട്ട് അകത്തോട്ട് കയറാൻ പറ്റിയില്ല. അവൻ്റെ ഓരോ വാക്കുകൾക്കും യേശുവിൻ്റെ അകത്ത് കയറാൻ പറ്റിയില്ല. You know why? Because he was full of spirit. ഇതുപോലെ ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന, യേശുവിനാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്നേഹം നമുക്കുണ്ടെങ്കിൽ ഒരു പ്രലോഭനത്തിനും ഒരു പാപത്തിനും ഒരു ലോകത്തിനും ഒരു ജഡത്തിനും എൻ്റെ ഉള്ളിലേക്ക് കയറാൻ ഞാൻ സ്പേസ് കൊടുക്കത്തില്ല. എൻ്റെ സ്നേഹം പൂർണ്ണ ഹൃദയത്തോടെ. I love my God with all my heart. He is the only God. I don't give space for any other God. Money has nothing to do with me. Fame has nothing to do with me. Positions have nothing to do with me. അതൊക്കെ എൻ്റെ പുറകെ അവിടെ ഇവിടെയൊക്കെ നടന്നോളും. I don't care. പക്ഷേ അകത്ത് കയറാൻ സമ്മതിക്കത്തില്ല. പൈസ ഒക്കെ ഇവിടെ കിടന്നോട്ടെ, പക്ഷേ പൈസ അകത്ത് കയറാൻ ഞാൻ സമ്മതിക്കത്തില്ല. ആരെങ്കിലുമൊക്കെ ഇയാൾ വലിയ ആളാ മറ്റേ ആളെന്നൊക്കെ പറഞ്ഞോട്ടെ, ഞാനിപ്പോൾ അതിൻ്റെ പുറകെ ഒന്നും പോകുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ അകത്ത് കയറാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഒരു പദവിയും അകത്ത് കയറാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഒരു പ്രശസ്തിയും അകത്ത് കയറാൻ ഞാൻ സമ്മതിക്കത്തില്ല. കാര്യം എൻ്റെ യേശുവിനെ ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെയാ, പൂർണ്ണ മനസ്സോടെയാ. എൻ്റെ ഇച്ഛകളെ പോലും നിയന്ത്രിക്കുവാൻ ഞാൻ യേശുവിന് അനുവാദം കൊടുത്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ്
ക്രിസ്തുവിനോട് അനുസരണത്തിനായി എല്ലാ വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചിറക്കി അനുസരണം തികഞ്ഞവനായി തീരുന്ന ഒരു സ്റ്റേജ്. പെർഫെക്റ്റ് ഒബീഡിയൻസ്. How can you obtain that stage? Only if you love your God with all your mind, with all your heart, with all your strength. Do not reserve anything for yourself. If you reserve something for you, it is not perfect. Maybe you have everything, but you are not taking it for yourself. ഉപേക്ഷണത്തിന്റെ പാഠം പഠിച്ചുകൊണ്ട് തന്നെ തനിക്കുള്ളതിനെയൊക്കെയും വിട്ടുപിരിഞ്ഞ്, അത് സ്വന്തം മക്കളായിരിക്കും, എന്തുമായിക്കോട്ടെ. അബ്രഹാമിന് വിട്ടുകളയേണ്ടി വന്നത് സമ്പത്ത് മാത്രമൊന്നുമല്ല. അബ്രഹാമിന് വിട്ടുകളയേണ്ടി വന്നത് സ്വന്തം മകനെ തന്നെയാണ്. ഷാൻ പറഞ്ഞു, "No, I love my God with all my heart." ആ മോറിയ മലയിൽ അവൻ കർത്താവിനോട് പറഞ്ഞതാ, "എന്റെ സ്നേഹം പൂർണ്ണമാണ്." കർത്താവ് അവനോടും പറഞ്ഞതാ, "നിന്റെ ഏകജാതനെ തരുവാൻ നീ മടിക്കായിക കൊണ്ട് നീ എന്നെ ഭയപ്പെടുന്നുവെന്ന്, നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു." ഭയപ്പെടുന്നുള്ള പറഞ്ഞാൽ ഭയമല്ല അവിടെ വിഷയം, അത് സ്നേഹത്തിൽ നിന്നുള്ള ഭയമാണ്. എന്താണ് അബ്രഹാമിന്റെ ഭയം? ഭയം മറ്റൊന്നുമല്ല, എൻ്റെ ദൈവത്തോടുള്ള എൻ്റെ സ്നേഹത്തിന് എൻ്റെ മകൻ വിഘാതമാകുവാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നുള്ള ഭയം. എൻ്റെ മോനെ ഞാൻ കൂടുതൽ സ്നേഹിച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അതിനെ വേർപിരിക്കുമോ എന്നുള്ള ഭയം. പോൾ പറയുന്നു, ഇല്ല, ഇപ്പോഴുള്ള വരുവാനുള്ളത് ഒന്നും ക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ തന്നെ വേർപിരിക്കുവാൻ കഴിയുകയില്ല. ഇന്ന് ആ പെർഫെക്റ്റ് ലവിലേക്ക് നമുക്കൊന്ന് വരാം. പെർഫെക്റ്റ് ലവ്, പൂർണ്ണതയുള്ള സ്നേഹം, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ എല്ലാ തീരുമാനങ്ങളെയും എല്ലാ വിചാരങ്ങളെയും ക്രിസ്തുവിനുള്ള അനുസരണത്തിന് വേണ്ടി പിടിച്ചിറക്കി നമ്മുടെ കോട്ടകളെയൊക്കെ ഒക്കെ ഒന്ന് തകർത്ത് കളഞ്ഞ്, എൻ്റെ ഈഗോ ഒക്കെ ഒന്ന് തകർത്ത് കളഞ്ഞ്, എൻ്റെ അഹങ്കാരമൊക്കെ തകർത്ത് കളഞ്ഞ്, എൻ്റെ സ്വയാശ്രയമൊക്കെ തകർത്ത് കളഞ്ഞ്. പലപ്പോഴും നമ്മൾ സ്വയാശ്രയികളാണ്, നമ്മൾ തന്നെ ആശ്രയിക്കും. അതൊക്കെ തകർത്ത് കളഞ്ഞിട്ട് പറ, I come to you with all my mind, with all my strength, with all my spirit. ദൈവാത്മാവും എൻ്റെ ആത്മാവും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഒരു സ്റ്റേജ്. Love your God with all your heart, with all your mind, with all your spirit, with all your strength. Thank you, Jesus. കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഓ ഹല്ലേലൂയ. സ്വർഗ്ഗീയ പിതാവേ, നീ ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നുള്ളത് സ്തോത്രം. ഹല്ലേലൂയ. നീ ഞങ്ങളോട് സംസാരിച്ചതോടത്ത് സ്തോത്രം. ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണം. പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണമെങ്കിൽ, പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണമെങ്കിൽ മറ്റുള്ള ഒന്നിനെയും സ്നേഹിക്കാതിരിക്കണം. പെർഫെക്റ്റ് ലവ്. ലോകത്തോടുള്ള മോഹം മനസ്സിൽ ബാക്കി വെച്ചാൽ എൻ്റെ സ്നേഹം പൂർണ്ണമല്ല. വേറെ ഒന്നിനും കടക്കാൻ കഴിയാതെ വണ്ണം സമ്പൂർണമായും പൂർണ്ണതയുള്ള തുളുമ്പി നിൽക്കുന്ന സ്നേഹം, യേശു വഴി വേറെ ഒന്നും ഹൃദയത്തിലില്ലാതെ, എല്ലാ സോഴ്സും ദൈവത്തിൽ നിന്ന്, വേറെ ആഗ്രഹങ്ങളൊന്നുമില്ലാതെ, മോഹങ്ങളൊന്നുമില്ലാതെ, താല്പര്യങ്ങളൊന്നുമില്ലാതെ, ഇഷ്ടങ്ങളൊന്നുമില്ലാതെ, തീരുമാനങ്ങളൊന്നുമില്ലാതെ, വിചാരങ്ങളൊന്നുമില്ലാതെ ദൈവസന്നിധിയിൽ സമ്പൂർണമായി അവനെ സ്നേഹിക്കുവാൻ, പൂർണ്ണ ഹൃദയത്തോടെ അവനെ സ്നേഹിക്കുവാൻ, പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുവാൻ, പൂർണ്ണ ആത്മാവോടുകൂടെ സ്നേഹിക്കുവാൻ, പൂർണ്ണ ശക്തിയോടെ ഒന്നും റിസർവ് ചെയ്യാതെ എല്ലാം ദൈവത്തിന് കൊടുത്തുകൊണ്ട് സ്നേഹിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കരങ്ങളെ ഉയർത്തി ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കൊന്ന് സമർപ്പിക്കാം. Thank you, Jesus. Thank you, Jesus. യേശുവേ, ഹല്ലേലൂയ. ഏറ്റവും വലിയ കൽപ്പന നിന്നെ സ്നേഹിക്കുന്നതാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ എന്ത് ചെയ്യണമെങ്കിലും അത് സ്നേഹത്തിൽ നിന്നാണ് ചെയ്യേണ്ടത് ഞങ്ങൾക്കറിയാം. അതിന് തീർച്ചയായിട്ടും റിലേഷൻ ആവശ്യമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം കർത്താവ്. യെസ് ലോർഡ്, യു ആർ അവർ ഹെവൻലി ഫാദർ, യു ആർ അവർ റിഡീമർ. നീ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനാണ്, നീ ഞങ്ങളുടെ പിതാവാണ്, നീ ഞങ്ങളുടെ കാന്തനാണ്. ആ റിലേഷനിൽ ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്ന പിതാവേ,
ഞങ്ങൾ നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ ഹൃദയം മുഴുവൻ നീ തന്നെ നിറഞ്ഞു നിൽക്കുന്നിടയാക്കണമേ. പ്രലോഭനങ്ങൾക്ക് കടക്കുവാൻ കഴിയാതെ, ലോകത്തിന് കടക്കുവാൻ കഴിയാതെ നിന്നെ കൊണ്ട് ഫില്ല് ചെയ്യാൻ ഇന്ന് ഞങ്ങൾ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, ഞങ്ങൾക്കൊരു ഹൃദയ പരിച്ഛേദന ആവശ്യമുണ്ട്. ലോകത്തോടുള്ള സ്നേഹം ഇപ്പോഴും ചിലതൊക്കെ ഞങ്ങൾക്ക് ബാക്കി കിടപ്പുണ്ട് കർത്താവേ. അതിനെ നീ ഒന്ന് അരിഞ്ഞു കളയണമേ കർത്താവേ. ഹൃദയത്തിൻ്റെ പരിച്ഛേദന. നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കേണ്ടതിന് ഞാൻ അവർക്ക് ഒരു പുതിയ ഹൃദയം കൊടുക്കുമെന്ന് നീ പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് വേണം കർത്താവേ. ഒരു ശരിയായ ആത്മാ പരിച്ഛേദന, ഹൃദയത്തിന്റെ പരിച്ഛേദന പ്രാപിച്ച് നിന്നെ മാത്രം സ്നേഹിക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ. വിത്ത് ഓൾ അവർ ഹാർട്ട്, വിത്ത് ഓൾ അവർ മൈൻഡ് കർത്താവേ, ഞങ്ങൾക്കുള്ളത് ഒന്നും റിസർവ് ചെയ്യാതെ മുഴുവനും നിനക്ക് തരുവാൻ, വിത്ത് ഓൾ അവർ സ്ട്രെങ്ത് ഗാഡ്, അതിനുവേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. നിന്റെ സ്നേഹത്തിൽ നിന്ന് ഒന്നിനും ഞങ്ങളെ വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. പൂർണ്ണമായും നിന്നെ എപ്പോഴും സ്നേഹിക്കുവാൻ, ഏത് നിമിഷത്തിലും സ്നേഹിക്കുവാൻ, എല്ലായ്പ്പോഴും സ്നേഹിക്കുവാൻ, നിരന്തരം സ്നേഹിക്കുവാൻ ഞങ്ങളെ ഒരിക്കലും സമർപ്പിക്കുന്നു. അതിനാവശ്യമായ ശക്തി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ബലഹീനല്ല, പക്ഷേ നീ അങ്ങനെ ഒരു ഹൃദയം തരാമെന്ന്, ഞങ്ങളുടെ ഹൃദയം പരിച്ഛേദന ചെയ്യാമെന്ന്, ഒരു വില്ലിംഗ് സ്പിരിറ്റ് തരാമെന്ന്, ഒരു ക്ലീൻ ഹാർട്ട് തരാമെന്ന് നീ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ. അതിനുവേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്ന കർത്താവേ, നീ സഹായിക്കണമേ. നിന്നെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ.